അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അത് ശരിക്കും പേരിൽ വലിയ സുഖമില്ലെന്നറിയാം, എന്നാലും KFC സ്റ്റൈൽ ഫ്രൈഡ് ബ്രെഡ് ആണ്. അപ്പം നമ്മൾ അതിൽ മീൻസ് KFCയിലത്തെ ചിക്കന് പകരം നമ്മൾ ബ്രെഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പം അതിനായിട്ട് നമ്മൾ ആ മുക്കി വറുക്കുന്ന സാധനത്തിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഇതേ മൈദയാട്ടോ. അപ്പം നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ആട്ട വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷെ എൻ്റെ ഒരു ചെറിയൊരു ഗോതമ്പ് ടേസ്റ്റ് വരുമല്ലോ, അപ്പം അത് വരാണ്ടിരിക്കാനേ ആ മൈദ എടുത്തേക്കണേ. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനത്തെ ഒരു എന്താ പറയുക കപ്പില്ലേ, എനിക്ക് തോന്നുന്നു ഇത് ഓൾമോസ്റ്റ് 1/4 കപ്പിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. അപ്പം അതിൽ 2 ഇതെടുക്കുക, മീൻസ് ഒരു 1/2 കപ്പ് കണക്കിൽ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കണക്ക് പറയാനറിയില്ല. പിന്നെ മാവിൻ്റെ കണക്കും സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്ന കേട്ടോ. കൺസിസ്റ്റൻസി മാത്രം നോക്കണമെന്നേ ഉള്ളൂ. ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ നമുക്ക് അത് 2ാമത്തെ കപ്പിൽ ഇത്തിരി കുറച്ചാൽ മതി. രണ്ടാമത്തെ കപ്പ് ഇത്ര മതി. ഓക്കെ, അപ്പം നമ്മുടെ ഇതിൽ 2 തവി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഈ മാവിലോട്ട് നമ്മുടെ മസാലാസ് ആഡ് ചെയ്യണം. അപ്പം മസാലകൾ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സ്പെഷ്യലി പറയുകയാണ്, എനിക്ക് ഇഷ്ടമുള്ള മസാലാസ് ആട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്. മീൻസ് പിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ടേസ്റ്റിന് ഇഷ്ടമുള്ള എന്ത് സംഭവം വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ആദ്യം ഇടുന്നത് ചില്ലി പൗഡറാണ്. ചില്ലി പൗഡർ ഞാൻ 1/2 ടീസ്പൂണാണ് ഇടുന്നത്. ഇത് 1/4 ടീസ്പൂണിൻ്റെ കണക്കിലുള്ള ടൈപ്പ് സ്പൂണാണ്. അപ്പോൾ ഇതിൽ 2 സ്പൂൺ. പിന്നെ ക്യൂമിൻ പൗഡർ ഞാൻ ഇതുപോലെ തന്നെ ചില്ലി പൗഡറിൻ്റെ അതേ കണക്കിലാണ് മിക്കയിലും ക്യൂമിൻ പൗഡർ ഇടാറ്. അപ്പോൾ ക്യൂമിൻ പൗഡറും ഇതിൽ 2 സ്പൂൺ, മീൻസ് 1/2 ടീസ്പൂൺ കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് നമ്മുടെ മെയിൻ ഐറ്റം പിരി മസാലയാണ്. എനിക്ക് പിരി മസാല ഭയങ്കര ഇഷ്ടം കേട്ടോ, കാരണം അതിനൊരു പ്രത്യേക ഒരു ടൈപ്പ് പുളിയും എരിയും ഒക്കെ ഉള്ള മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ പിരി മസാല എടുത്തേക്കണേ. പിരി മസാല നമ്മൾ എന്താ പറയുക, ഒരു ഫുൾ ടീസ്പൂൺ അല്ലേ, ഒരു ഫുൾ ടീസ്പൂൺ കണക്കിലെടുക്കുക. എന്ന് വെച്ചാൽ ഇതിൽ ഞാൻ 4 ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവസാനം മാവ് ഇതായിട്ട് എരിവും ഇതൊക്കെ നോക്കി നമുക്ക് ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് ഗരം മസാല 1/2 ടീസ്പൂണാണ് ഇടുന്നത്. എന്ന് വെച്ചാൽ ഇതിൽ 2 സ്പൂൺ. ഇതിൽ മിക്കതും ഞാൻ 1/2 ടീസ്പൂൺ കണക്കാട്ടോ എടുത്തേക്കണേ. പിന്നെ ഇനി നമുക്ക് ഇടാനുള്ളത് നമ്മുടെ ഉപ്പാണ്. ഉപ്പ് ആസ് പെർ ടേസ്റ്റ് ഇടുക കേട്ടോ. എനിക്ക് അതിൻ്റെ കണക്ക് കറക്റ്റായിട്ട് പറയാനറിയില്ല. അപ്പോൾ ഉപ്പ് ഒരു ലേശം, ഈ മാവിൽ ഉപ്പും എരിവും ഒക്കെ ഒരു ഇത്തിരി കൂടി നിൽക്കണം കേട്ടോ, എന്നാലേ നമ്മുടെ എന്താ പറയുക ബ്രെഡിൽ വരുമ്പോൾ അതിനൊരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് മാവിൽ വരുമ്പോൾ ഇതെപ്പോഴും ഒരു ഇത്തിരി കൂടി നിൽക്കണം, എന്നാലേ സൂപ്പർ ആവുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് ആദ്യം നമ്മൾ ഇതിനുള്ള മാവ് നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തന്നെ ആദ്യം ഒന്ന് നല്ല ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു ഓർക്കുക, മസാലാസ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇടാവുന്ന കേട്ടോ. പക്ഷെ എപ്പോഴും ഈ സംഭവത്തിൽ ഇടുമ്പോൾ ഒരു ഇത്തിരി എരിവും ഉപ്പും മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഇടാൻ, അല്ലെങ്കിൽ ബ്രെഡിൽ വരുമ്പോൾ ഭയങ്കര മൈൽഡായി പോകും. അപ്പം ഇനി നമ്മുടെ വെള്ളം ഒഴിച്ച് നമുക്കിത് മാവാക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിൽ ഇവിടെ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ലേശമായിട്ട് ഒഴിക്കുക. എന്നിട്ട് നമുക്കിതൊരു എന്താ പറയുക, ഓൾമോസ്റ്റ് ഒരു ദോശമാവ് കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമുക്കിത് കിട്ടേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസ് ആവരുത്, എന്നാൽ ഒരുപാട് അങ്ങ് കട്ടിയായും പോകരുത്. നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്റർ പരുവത്തിലാണ് കിട്ടേണ്ടത്, അല്ലാണ്ട് ശരിക്കും എന്താ പറയുക ഡോ ടൈപ്പ് ഇതിലല്ല. അപ്പോൾ ഇതിന് നമുക്ക് ഓൾമോസ്റ്റ് ഫെയർ എമൗണ്ട് ഓഫ് വാട്ടർ വേണ്ടി വരും.
അപ്പം ഞാനിത് ഫുള്ള് ഒന്ന് നല്ലോണം ഇളക്കി അതിൻ്റെ ഇതൊക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ മൈദ ചേർത്തായിരുന്നു കേട്ടോ. കാരണം എന്താ പറയുക, ഞാൻ കലക്കി വന്നപ്പോഴത്തേക്കും ഇത്തിരി കുറഞ്ഞു പോയി. എന്താ പറയുക, അതിൻ്റെ ക്വാണ്ടിറ്റി ഇല്ലേ നമ്മുടെ മാവിൻ്റെ. അപ്പം ഇതിപ്പോൾ ഏതാണ്ട് നിറച്ച് സാധനമുണ്ട്. പക്ഷെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ ഉപ്പ് എരിവൊന്നും ഒട്ടും അറിയുന്നില്ല. അപ്പം നമ്മൾ ഇതിലോട്ട് ശരിക്കും മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ എരിവ് ഞാൻ ഇതിൽ കൂടുതൽ പിരി മസാല ആട്ടോ ഇടുന്നത്, ചില്ലി പൗഡറിനെക്കാട്ടിലും. അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ഇടാം. ഈ പിരി മസാലയ്ക്ക് ശരിക്കും എന്താ പറയുക, ഒരുപാട് അങ്ങനെ എരിവില്ലാത്തൊരു സംഭവം. അതുകൊണ്ട് കളറ് കൂടുതലാണ് താനും. അതുപോലെ എന്താ പറയുക, നമ്മൾ കഴിച്ച് ഒരു 3/4 ഭാഗം കഴിയുമ്പോഴത്തേക്കാണ് അതിൻ്റെ എരിവൊന്ന് ഫീൽ ചെയ്യുക. അപ്പം ആ ടൈപ്പ് ടേസ്റ്റാണ്. അപ്പം നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് എരിവിടുക കേട്ടോ. അപ്പം ഇന്നലെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒരു ലേശം മൈൽഡായി പോയായിരുന്നു. അപ്പം ഇനി ഞാൻ അതും കൂടെ കണക്കാക്കി ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ, ഇനി ആ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇത് മതിയാവും, ഇത് മതിയാവും കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാവേ. അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കട്ടെ. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് എന്താ പറയുക, അതിൻ്റെ പുറത്ത് കാണുന്ന ആ ക്രഞ്ചി ഭാഗമില്ലേ, അപ്പം അതിനായിട്ട് നമ്മൾ ശരിക്കും KFC ചെയ്യണ പോലെ മറ്റേ അതിൻ്റെ ഒരു പ്രത്യേക അവരുടെ കൂട്ടിലല്ല ചെയ്യണേ. നമ്മൾ ഇവിടെ എടുക്കുന്നത് കോൺഫ്ലേക്സ് ആണ് കേട്ടോ. അപ്പോൾ കോൺഫ്ലേക്സ് നമ്മളിങ്ങനെ ഓരോ പിടിയായിട്ട് എടുത്ത് നല്ല ഇതായിട്ട് എന്താ പറയുക, ചെറുതായിട്ട് ഞെക്കി എടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് നിറച്ച് കോൺഫ്ലേക്സ് വേണ്ടി വരും കേട്ടോ ഇതിന്. കാരണം നമുക്കിത് എന്താ പറയുക, ഒരു ബ്രെഡിനെ 4 ആക്കിയിട്ടാണ് നമ്മളിത് ചെയ്യണം. അപ്പോൾ ഒരു നിറച്ച് കഷ്ണങ്ങൾ നമുക്ക് കിട്ടും. അപ്പം അതിനനുസരിച്ച് നമുക്ക് കോൺഫ്ലേക്സും വേണം. ഇപ്പം ഞാനത് അങ്ങനെ ചെയ്യാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ എണ്ണ അപ്പം നമുക്ക് കുറച്ച് മതിയല്ലോ. മീൻസ് ഓരോ ചെറുതായിട്ട് ഇടുമ്പോൾ വലുതായിട്ട് ഇടുന്നതിനെക്കാട്ടിലും വലുതായിട്ട് വേണേലും ഇടാം. പക്ഷെ അതിനേലും എനിക്ക് തോന്നുന്നു ടേസ്റ്റും കൂടുതൽ ചെറുതായിട്ട് ഇടുമ്പോഴായിരിക്കും കേട്ടോ. അപ്പം ഞാനങ്ങനെ നിറച്ച് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ മാവും റെഡി, ബ്രെഡും നമ്മുടെ കോൺഫ്ലേക്സ് എന്താ പറയുക ക്രഷ് ചെയ്തതും റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ഇതേ ഞാൻ ടോസ്റ്റ് ചെയ്ത ബ്രെഡാട്ടോ എടുത്തേക്കണേ. അതുകൊണ്ട് അത് നമ്മൾ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ മാവ് ബ്രെഡ് ഒരുപാട് കുടിക്കൂല. മീൻസ് അത് ഒരുമാതിരി തളുകളാന്നായി പോകില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഹാർഡ്നെസ്സും വർക്ക് ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ ബ്രെഡ് ആദ്യം ഇങ്ങനത്തെ ഞാൻ 4 ആക്കി വെച്ചേക്കാം കേട്ടോ ഒരു ബ്രെഡ്. അപ്പം ആ ബ്രെഡ് സ്ലൈസ് എടുത്ത് നമ്മുടെ മാവിലൊന്ന് കോട്ട് ചെയ്ത്, ഒരു നേരിയ കോട്ടിങ് മതി കേട്ടോ. ഒരുപാടായി പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ തളുകളാന്നായി പോകും. എന്നിട്ട് നമ്മുടെ കോൺഫ്ലേക്സിലോട്ട് ഇട്ട് ഞാൻ അതുപോലെ തന്നെ ഒരു ചെറിയ ലെയർ, വലിയ ലെയർ ആവരുത്, വളരെ നേരിയ ഒരു ലെയർ. കാരണം മൈദയുടെ ലെയർ ഉള്ളതുകൊണ്ട് എന്തായാലും ഒരു കോട്ടിങ് വരും. അപ്പം അതുപോലെ ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇതുണ്ട് ചെറിയൊരു ലെയർ ഇത് ചെയ്താൽ മതി. ഒരു ഇത്തിരി ഇടയിൽ സ്പേസ് ഉണ്ടെന്നും വെച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇനി ഒരെണ്ണം കൂടെ ഞാൻ അതുപോലെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ചെറിയ ലെയർ, ഇത് ചെറിയ ലെയർ കോൺഫ്ലേക്സ്. അപ്പം ഇനി ഞാൻ കുറച്ചെണ്ണം കൂടി ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കട്ടെ. ഓക്കെ, അപ്പം നമ്മുടെ ഇതിനി വറുക്കാൻ പോവാണ്. ഞാനിപ്പോൾ 3 എണ്ണം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തതാണ്. അപ്പം നമുക്ക് ഒരെണ്ണം എടുത്ത് മെല്ലെ എണ്ണയിലോട്ടിട്ട് വറുക്കാം. ഇത് ഒരുപാട് നേരം എടുക്കൂല കേട്ടോ വറുക്കാൻ. നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാവുന്ന സംഭവമാണ്. അപ്പം ഇത് ഞാൻ എണ്ണ ചൂടായിട്ട് ലോ ഫ്ലെയിമിലാട്ടോ ഇട്ടേക്കണേ.
അല്ല ശരിക്കും ഭയങ്കര എന്താ പറയുക ഒരു KFCയുടെ ഒരു ടൈപ്പ് ലുക്കൊക്കെ ഇല്ലേ. അപ്പോൾ ഇത് ഒരുപാട് കിടന്ന ഒരു മാതിരി ഒരു ബ്രൗൺ ആവും. അപ്പം അത്രയും കിടക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ഒരു പരുവം മതി. ഇനി നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഇതിൽ നിന്ന് എണ്ണയൊക്കെ പോയിട്ട് അതെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി. ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം കേട്ടോ. അതെ നമ്മുടെ രണ്ടാമത്തെ ഫ്രൈഡ് ബ്രെഡ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്താ പറയുക, വളരെ കുറച്ച് നേരം ഇട്ട് വറുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമുക്ക് കണ്ടോ അത് ഈ പ്ലേറ്റിൽ കിടക്കണ ഇതിൻ്റെ ഒരു ലുക്കില്ല, ഇത്രയും കിട്ടിയാൽ മതി, അല്ലാണ്ട് ഒരുപാട് അങ്ങ് വറുത്ത് പോരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതായി. അതെ നമ്മുടെ രണ്ടാമത്തെ ഫ്രൈഡ് ബ്രെഡും ആയി. ഇനി ഞാൻ ബാക്കി ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മുടെ വറുക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു. എനിക്ക് 35 പീസോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ 8 ബ്രെഡ് എങ്ങാണ്ട് എടുത്തിട്ടുള്ളൂ, 35 പീസ് കിട്ടിയിട്ടുണ്ട്. അല്ല 8 അല്ല, 8ഉം പിന്നെ 9 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ടേസ്റ്റിംഗ് ആണ്. നമ്മുടെ ഇത് കണ്ട സൂപ്പറായിട്ട് ക്രഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണില്ല, ഇത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കഴിച്ചു നോക്കാം കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് സൂപ്പർ, വെറും സൂപ്പർ കേട്ടോ. വേണം അതിൻ്റെ അകത്തൊക്കെ ശരിക്കും എൻ്റെ വെള്ള കളറിന് KFC പണ്ട് വെച്ചിട്ടില്ലേ. KFCയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും KFCയിലല്ല. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഏതാണ്ടൊക്കെ KFCയുടെ ടേസ്റ്റ് പോലെ എന്നാൽ കുറച്ചും കൂടെ രസമുള്ള ടേസ്റ്റിൽ നമുക്കിത് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് സൂപ്പർ ആയിരുന്നോ എന്നൊക്കെ ഒന്ന് കമൻസിൽ ഇട്ടേക്കണേ. അപ്പോൾ താങ്ക് യു, ബൈ.